കേരളത്തിൽ ഇങ്ങനെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു തകർച്ച സംഭവിച്ച സ്ഥലത്ത് ആദ്യം ചെന്ന് വിസിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായ തകർച്ചയുടെ കാരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നടപടിയെടുക്കാൻ മുൻകൈ എടുക്കേണ്ടിയിരുന്ന ആളുകൾ മാളത്തിൽ ഒളിച്ച് അവർ ഉത്തരവാദിത്വം മറന്ന് അവകാശ വ്യഗ്രത പാടെ മാറ്റിവെച്ച് നിന്ന സമയത്ത് കെ.സി. വേണുഗോപാലിന്റെ ഇടപെടലാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്കും ദേശീയപാത ഉപയോഗിക്കുന്ന മുഴുവൻ യാത്രക്കാർക്കും ഒരാശ്വാസമായി മാറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുര്യാട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് ബഹുമാന്യനായ കെ.സി. വേണുഗോപാൽ MP അദ്ദേഹം നടത്തിയ ഇടപെടലുകളിൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അനാവശ്യമായ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. ഒരാവശ്യമില്ലാത്ത അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സുപ്രീം കോടതിയുടെ ജഡ്ജി അല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു ആലപ്പുഴ MP ആണെന്ന്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ MP-മാരിൽ തന്നെയാണ് തിരഞ്ഞെടുക്കുക, അല്ലാതെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നല്ല തിരഞ്ഞെടുക്കുക. അദ്ദേഹം ചെയ്ത തെറ്റെന്താ? ഇത്രയും വലിയ തകർച്ച, രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിയ ഹൈവേ, പണി തീർന്ന ഏറ്റവും വലിയ സ്ട്രെച്ച് എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് അത് ഇടിഞ്ഞ് താഴ്ന്ന് ഭാഗ്യം കൊണ്ട് ജനങ്ങളുടെ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യബോധത്തിൻ്റെ ഭാഗമായി അവിടെ വിസിറ്റ് ചെയ്ത് അവിടെ സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി NHAയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ, ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചു വരുത്തി അതിൽ അതിശക്തമായ ഇടപെടൽ നടത്തി സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾക്ക് വേണ്ടി, ജനങ്ങളെ മുൻനിർത്തി നടപടികൾക്ക് വേണ്ടി തൻ്റെ പദവി പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതിൽ എന്തിനാണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇത്ര അസ്വസ്ഥത? യഥാർത്ഥത്തിൽ ശ്രീ കെ.സി. വേണുഗോപാൽ MP അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് പോകേണ്ടിയിരുന്ന ആളാരാ? കേരളത്തിൽ ഇങ്ങനെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു തകർച്ച സംഭവിച്ച സ്ഥലത്ത് ആദ്യം ചെന്ന് വിസിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായ തകർച്ചയുടെ കാരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നടപടിയെടുക്കാൻ മുൻകൈ എടുക്കേണ്ടിയിരുന്ന ആളുകൾ മാളത്തിൽ ഒളിച്ച് അവർ ഉത്തരവാദിത്വം മറന്ന് അവകാശ വ്യഗ്രത പാടെ മാറ്റിവെച്ച് നിന്ന സമയത്ത് കെ.സി. വേണുഗോപാലിന്റെ ഇടപെടലാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്കും ദേശീയപാത ഉപയോഗിക്കുന്ന മുഴുവൻ യാത്രക്കാർക്കും ഒരാശ്വാസമായി മാറിയത്. ഈ സെക്കൻഡ് വരെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ നിന്ന് ചെന്ന് നോക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങളാരും റീൽസിനെതിരല്ല. ഒരു കാലത്ത് പത്രക്കുറിപ്പ് കൊടുത്തിരുന്നത് പോലെ, വീഡിയോ ബൈറ്റ് കൊടുത്തിരുന്നത് പോലെ, അതല്ലെങ്കിൽ പ്രസ് റിലീസ് കൊടുക്കുന്നത് പോലെയൊക്കെ റീൽസ് ഇന്നത്തെ കാലത്ത് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ഉപാധിയാണ്. പക്ഷെ അതിട്ട് ആഘോഷിച്ച് നടന്നിരുന്ന ആളുകൾ അതേ സ്ഥലങ്ങളിൽ ഉണ്ടായ തകർച്ചയുടെ ഉത്തരവാദിത്തങ്ങൾ, അവകാശ വ്യഗ്രതയുടെ അത്ര വാശി, ഉത്തരവാദിത്വ ബോധത്തിന്റെ കാര്യത്തിൽ കാണിക്കാതിരുന്നപ്പോഴാണ് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യങ്ങൾ ഇടപെടേണ്ടി വന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ദേശീയപാതയുടെ കാലനാണ് കെ.സി. വേണുഗോപാൽ MP. റോഡ് മാത്രമല്ല തകരുന്നത്, കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിലവാര തകർച്ച കൂടിയാണ് ആ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാകുന്നത്. ഈ റോഡുകൾ കാലന്റെ പണിയെടുക്കാതിരിക്കാനാണ് ഇത് സുരക്ഷിതമായി തീർക്കണമെന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നാഷണൽ ഹൈവേ തീർക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഞങ്ങൾക്കത് തീരണം തന്നെ ആഗ്രഹം, അത് തീർന്നു കിട്ടണം തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി, അത് സുരക്ഷിതമായി പൂർത്തീകരിക്കണ്ടേ? ജീവൻ പോയ ഇൻസിഡന്റ് ഉണ്ടായില്ലേ? കാസർഗോഡ് സംഭവിച്ചതെന്താ? കണ്ണൂരിലുണ്ടായതെന്താ? ഞങ്ങളുടെ വടകര സ്ട്രെച്ചിലുണ്ടാവുന്ന വലിയ അപകടങ്ങൾ, പ്രയാസങ്ങൾ, ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുമ്പോൾ ഒരു അവകാശവാദ വ്യഗ്രതക്കാരനെയും പരിഹാരം കണ്ടെത്താനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്നില്ല. അപ്പം അദ്ദേഹം ദേശീയപാതയുടെയോ ഒരു വികസനത്തിൻ്റെയോ കാലനായിട്ട് നിൽക്കില്ല. പക്ഷെ ചിലരുടെ PR ബിംബങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെ കാരണമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ല. ആ അവകാശ വ്യഗ്രതയുടെ 10-1 ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇടപെടുന്ന കാര്യത്തിൽ മന്ത്രി കാണിക്കണമായിരുന്നു. അവിടെ നിന്ന് ചെന്ന് നോക്കാൻ പോലും തയ്യാറാവാത്ത ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ തകർന്നു കിടക്കുന്ന ഹൈവേയുടെ കൂടെ തൻ്റെ ചിത്രം കൂടെ വന്നാൽ ആ തകർച്ചയുമായി തൻ്റെ കെട്ടിപ്പൊക്കിയ ഇമേജിന് ഡയറക്റ്റ് കണക്ട് ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇതുവരെ അവിടെ പോവാത്തത്. പക്ഷെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കുറേ വിവാദങ്ങളുടെ മേമ്പൊടി ചേർത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാക്കാതെ അങ്ങ് കൊണ്ടുപോകാമെന്നുള്ള അവരുടെ മോഹത്തിനും കൂടി ഏറ്റ തിരിച്ചടിയിൽ നിന്നാണ് ഇത്തരം അസ്വസ്ഥതകൾ ഉയരുന്നത്. ഈ മലപ്പുറത്തെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അവർക്ക് എന്തിനാ കൊള്ളുന്നത്? ഇവിടുത്തെ കുട്ടികൾ SLC പരീക്ഷ പാസ്സാവുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അതല്ലെങ്കിൽ വിജയരാഘവനെ പോലുള്ള ആളുകൾക്ക് ഒരു കാര്യവും കാരണവുമില്ലാതെ നിരന്തരം ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളെ ഈ ജനത ഓർക്കുന്നതിൽ അവർ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പറയുമ്പോൾ ശ്രീ കെ.സി. വേണുഗോപാലിനെതിരെയുള്ള വ്യക്തിപരമായ അറ്റാക്കായിട്ട് അതിനെ മാറ്റിയിട്ട് പരാജയങ്ങളെ മറച്ചു വെക്കാമെന്നാണ് അവർ കരുതുന്നെങ്കിൽ ഈ പരാജയങ്ങൾ കൂടുതൽ ചർച്ചയാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കെ.സിയുടെ വിസിറ്റും ഇവിടുത്തെ പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പാളിച്ചകളിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. അതിൻ്റെ അസ്വസ്ഥതയാണ്, സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ മറന്നുപോയവരുടെ അസ്വസ്ഥതയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കാണിക്കുന്നത്. ആ വീഴ്ചകൾക്ക് ഉൾപ്പെടെ
അതിശക്തമായ മറുപടിയായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കുന്ന വിധിയെഴുത്തെന്ന കാര്യത്തിൽ സംശയമാണ്. ഇതിനകത്തൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജിയാണോ എന്ന് ചോദിക്കുമ്പോൾ സുപ്രീം കോടതി ജഡ്ജിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്, PSC ചെയർമാൻ ഒരു ഉത്തരവാദിത്തമുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം പാർലമെന്റ് വോട്ടിട്ട് പാസ്സാക്കി ഓരോ വകുപ്പിനും കൊടുക്കുന്ന ബഡ്ജറ്റ്, അതുപയോഗിച്ച് ചെലവഴിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് പരിശോധിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത്രയും ഉയർന്ന ഒരു പദവിയിൽ ഒരു മലയാളിയായിട്ടുള്ള KC വേണുഗോപാൽ അതിൻ്റെ ചെയർമാനായി വന്നപ്പോൾ അദ്ദേഹം ആ ഉത്തരവാദിത്വം ഉപയോഗിക്കുന്നതിനെ അഭിനന്ദിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. അഭിനന്ദിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ക്രമക്കേടുണ്ടായ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകുന്നു, ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു, കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമായിരുന്നു. ഇവരുടെ ആരുടെയെങ്കിലും ആളാണോ ഈ മന്ത്രി? ഇവർക്കല്ലേ വിഷമം ഉണ്ടാവേണ്ടുള്ളൂ ഈ പ്രവർത്തനം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം KC വേണുഗോപാലിനെ കേരളത്തിന് വേണ്ടിയിട്ട് അഭിനന്ദിക്കുന്നതിന് പകരം KC വേണുഗോപാലിനോട് ഈ വിരോധം യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് കമ്പനിക്കോ കരാറുകാരനോ ഒക്കെയാണ്. അത് ഇദ്ദേഹത്തിന് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. സ്വയം എക്സ്പോസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്നത് കാണേണ്ടി വരുന്നത് സങ്കടമാണ്. അഴിമതിക്കാരുടെ വക്കാലത്താണ് മന്ത്രി എടുത്തിരിക്കുന്നത്. അല്ല, നിശ്ചിത സമയം കൊണ്ട് പൂർത്തിയാകണമെന്നുള്ള ആഗ്രഹം നമുക്കെല്ലാം അല്ലേ ഉള്ളത്. കാരണം ഈ ദേശീയപാത ഇപ്പോൾ അമിതോഷ് എന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞു സാഹചര്യം ഒരിക്കലും തന്നെ KC വേണുഗോപാലിലേക്ക് കിട്ടാൻ അദ്ദേഹം ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു, അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഞാൻ ദേശീയപാത ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ വള്ളിക്കുന്ന് നടക്കുന്നത്. നിങ്ങളെന്താണ് അവിടെ വന്നത്? ഇപ്പോൾ ഇന്നലെ അവിടെ ഉള്ളത് അനുഭവപ്പെട്ടു. കോഴിക്കോട് ഇടിമുടിക്കൽ മുതൽ തലപ്പാറ വരെ നിങ്ങൾ പോയി നോക്കാൻ നിങ്ങൾ ബോധ്യപ്പെടുന്നത്. അത്രമാത്രം യാതൊരുവിധ മാനേഴ്സും പാലിക്കാതെയാണ് ആ വർക്ക് കൂടെ നടന്നിട്ടുള്ളത്. ഞങ്ങൾ യഥാസമയം ഈ ഗുണമേന്മയില്ലാത്ത പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതിന് നിരവധി തവണ ഞാൻ തന്നെ 2 പ്രാവശ്യം നിയമസഭയിൽ സബ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഇവരെന്താ പറയുക, ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ പരിശോധിക്കുന്നത് ഞങ്ങൾ വരുന്നുണ്ട്, ഗുണമേന്മ ഞങ്ങൾ നോക്കുന്നുണ്ട്.